റിമോട്ട് ഓൺ ആക്കി വെക്കാം. റിമോട്ട് ഓൺ ആയി, ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മൾ ഓഫാക്കിയിട്ട് നമ്മൾ ഇയാളെ ഓണാക്കാം. ഇത് തുറക്കാൻ ക്ലിപ്പാണ് വരുന്നത് മേളിൽ. ഓക്കെ, ക്ലിപ്പ് തുറന്നു. ഓക്കെ, ക്ലിപ്പ് തുറന്നു. നമുക്ക് ക്ലിപ്പായി കഴിഞ്ഞാലുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവരിനി വേറെ ഇതേപോലത്തെ ബോഡി ഇറക്കുകയാണെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് ഇതിലോട്ട് സെറ്റാക്കാൻ പറ്റും. അപ്പം ഈ ഒരു മോഡലല്ലാതെ വേറെ മോഡൽ ബോഡി അവർ ഇറക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഇതിലോട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിനകത്ത് 3 പോയിന്റ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എക്സ്ട്രാ നമുക്ക് പിന്നീട് ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു പോയിന്റും കൂടെ ഉണ്ട്. അത് ഏതിൻ്റെ ആണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. സ്പോയിലറിലോട്ടുള്ള ലൈറ്റ് മാത്രമാണ് ബോഡിയിലോട്ട് വരുന്നത്. നമുക്ക് ഇവിടുന്ന് വലിച്ചു കഴിഞ്ഞാൽ അത് ഊരിയെടുക്കാൻ പറ്റും. പിന്നെ ബോഡീനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം എന്താ പറയുക, ഭയങ്കര ഡ്രിഫ്റ്റിന് പറ്റിയ പ്ലാസ്റ്റിക് ആണ്. ഡ്രിഫ്റ്റിന് പറ്റിയ ബോഡിയാണ്, അതായത് പോയി ഇടിച്ചു കഴിഞ്ഞാൽ ഡാമേജ് ഒന്നും വരാത്ത രീതിയിൽ. ഇതിൻ്റെ ഗ്ലാസ് എന്താ പറയുക, ഊരിയെടുക്കാൻ പറ്റുന്ന ടൈപ്പാണ്. നമ്മുടെ ക്ലിപ്പ് ചെയ്ത് വെച്ചേക്കാണ്. ഞാൻ മുന്നേ ഒരു BMW ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, അൺബോക്സിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പക്ഷെ അവർ കൊടുത്തിട്ടുള്ളത് എന്താ പറയുക, റബ്ബർ ടൈപ്പാണ്. അപ്പോൾ നമ്മൾ ഈ ചുമരിലെല്ലാം ഇങ്ങനെ പോയി ഇടിച്ചു കഴിഞ്ഞാലൊന്നും എന്തില്ല, അത് ഇങ്ങനെ പൊട്ടില്ല. ഇത് പൊട്ടുന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും കുറച്ചൊക്കെ ഇതുണ്ട്. അത് എത്ര പവറിലാണെങ്കിലും പൊട്ടാത്ത രീതിയിൽ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇതിനെ പറ്റിയിട്ടുള്ളത്.